ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കസ്റ്റാർഡ് ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ്. പെർഫെക്റ്റ് ഫലൂദ എന്നല്ലെങ്കിലും നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫലൂദയാണ്. അപ്പോൾ വീഡിയോ കാണാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് റോസ്റ്റഡ് സേമിയയാണ്, എന്നാലും നമുക്കിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 കപ്പ് ഒരു 2 കപ്പ് പാലാണ് വേണ്ടത്. ഇതിൽ ഞാൻ 2 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നിന്നിട്ട് സേമിയയും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. തീ കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സേമിയ ഒന്ന് വെന്ത് വരണ വരെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താലും മതി. ഇനി ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പഴമോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് സേമിയയും പാലും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബദാമും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിൽ കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ അതിന് മുകളിലായിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫലൂദയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.